ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയാനുള്ളത് നോക്കാം. എന്താണിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ പറയാം, ഇതാരുടെയും പേഴ്സണൽ റീഡിംഗ് അല്ല, ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേരുടെ എനർജി ഉണ്ടാവും, അതുകൊണ്ട് റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക. എന്താണ് കാർഡ്സ്, അല്ലെ ഏതാണ് കാർഡ്സ് എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ കാർഡ്സാണ് വന്നിട്ടുള്ളത് നോക്കാം. കിങ് ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് കപ്സ്, ഫൂൾ കാർഡ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ടെൻ ഓഫ് പെൻറ്റക്കിൾസ്, ത്രീ ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ബോട്ടം ഡെക്കായി വന്നിരിക്കുന്നത്. ഓക്കെ, ഇന്ന് ഒരുപാട് പെൻറ്റക്കിൾസ് കാർഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ കിങ് ഓഫ് വൺസിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങളിലേക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഇന്നിവിടെ കാണുന്നത്. അതായത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന വ്യക്തിയാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നിങ്ങളുടെ വഴിയൊക്കെ വെട്ടിത്തെളിച്ച് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ലീഡർഷിപ്പ്, മറ്റുള്ളവരെ ഇന്ന് ലീഡർഷിപ്പോടുകൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കിവിടെ കാണുന്നത്. അതായത് നിങ്ങളുടെ ഇൻറ്റേർണൽ സ്ട്രെങ്ത്, നിശ്ചയദാർഢ്യം കൊണ്ടുമാണ് നിങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മറ്റുള്ളവരെ അതിലൂടെ, നിങ്ങൾ വന്ന വഴിയിലൂടെയും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും മുന്നോട്ടേക്ക് നയിക്കാനുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്തിട്ടാണ് നിങ്ങൾ വന്നത്. നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്ത് നിങ്ങൾ ലീഡറായതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ നയിക്കാൻ കഴിയുന്നു എന്നതാണ്. അതുപോലെ നിങ്ങൾ ഇമോഷണലി സ്റ്റേബിളായിരിക്കും. പിന്നെ ചിലപ്പോൾ നിങ്ങളൊരു കാര്യത്തിൽ സ്റ്റേബിളായി, നിങ്ങളുടെ ഒരു പാഷനിൽ നിങ്ങൾ സ്റ്റേബിളായി, അതിൽ നിങ്ങൾ അതായത് പ്രാവീണ്യം നേടി, നിങ്ങൾ അതിലുള്ള ലെസൺസൊക്കെ പഠിച്ചു, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അതായത് മറ്റൊരു മേഖലയിലേക്ക് നിങ്ങൾ മറ്റൊന്ന് കണ്ടെത്തി അതിലേക്ക് നീങ്ങുന്നതായിട്ടും അങ്ങനെ ഒരു ചിന്തയിലും നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾ നല്ല ബന്ധത്തിലായിരിക്കും. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ നിങ്ങൾ വളരെയധികം ശക്തവും ദൃഢമായിട്ടായിരിക്കും നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക. നമ്മൾ വളരെയധികം ആൾക്കാർ അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പെരുമാറാനും ഒക്കെ കഴിവുള്ള വ്യക്തികൾ തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ എല്ലാവരോടും സ്നേഹത്തോടെയും അടുപ്പത്തോടെയും നിങ്ങളുടെ പാർട്ട്ണറോടായാലും കൂടെയുള്ളവരോടായാലും നിങ്ങൾ പെരുമാറും. പക്ഷേ നിങ്ങൾ കുറച്ച് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവം കൂടിയുണ്ട്. അത് ഒന്ന് കൺട്രോൾ ചെയ്ത് മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പെരുമാറുക. വഴക്കുണ്ടാവാനുള്ള ചാൻസും ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ എല്ലാ ചാലഞ്ചസിനെയും മറികടക്കാനുള്ള ധൈര്യം ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് മറികടക്കാൻ ഇന്ന് പറ്റുന്നുമുണ്ട്. മറ്റുള്ളവരെ നയിക്കാനും നിങ്ങൾക്ക് ഇന്ന് കഴിയുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, അടുത്തത് പേജ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇവിടെ ഈ ഒരു പിക്ചർ കണ്ടാൽ തന്നെ അറിയാം, ഒരു ദിവാസ്വപ്നം കണ്ടൊക്കെ നടക്കുന്ന ആളാണ്. അതുപോലെ തന്നെ നിങ്ങൾ അങ്ങനെയൊക്കെ കണ്ട് നടക്കാനുള്ള ചാൻസും ഉണ്ട്. നിങ്ങൾക്കൊരു ഓഫർ വരുന്നു, ഒരു റീയൂണിയൻ, അതായത് മുമ്പേ നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ വരുന്നു. അതായത് മുമ്പ് നിങ്ങളിൽ നിന്ന് കടന്നുപോയിട്ടുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ മുമ്പ് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന വ്യക്തികളായിരിക്കാം. അവരുടെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ഇൻട്രാക്ഷൻ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതുപോലെ ചിലർക്കൊക്കെ ഇവിടെ ക്രിയേറ്റീവായിട്ട് പുതിയ ഐഡിയാസ് വരുന്നു. ക്രിയേറ്റീവായിട്ടുള്ള നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു. പെയിൻറ്റിങ്, ഡാൻസ്, അങ്ങനെയുള്ള, അതായത് ആർട്ടിസ്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ക്രിയേറ്റീവ് ഐഡിയാസ് നിങ്ങളിലേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലർക്കൊക്കെ ഒരു സർപ്രൈസ് ലഭിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ പറഞ്ഞല്ലോ, മുമ്പ് നിങ്ങളിൽ നിന്ന് വിട്ടുപോയവർ വരുന്നതായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഫിനാൻഷ്യലി ഇന്ന് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളൊരു എന്താ പറയുക, ഒരു യങ് എനർജിയാണ്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി നിങ്ങൾ എന്തെങ്കിലും ഇന്ന് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ആലോചിച്ചിട്ട് ഒരു 2-3 വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. ഓക്കെ, ബ്രേക്കപ്പ് ആയിട്ടുള്ള അവരൊക്കെ ഇതിലേക്ക് തിരിച്ചു വരുന്നതായിട്ടൊക്കെ കാണുന്നു. അതായത് ഒരു ഓഫറാണ് നിങ്ങളിലേക്ക് വരുന്നത്, ഓഫർ. ഓക്കെ, ഇവിടെ കപ്പ് കാണാം, അത് ഓഫറാണ് കാണുന്നത്. അടുത്തത് ഫുൾ കാർഡാണ്. അപ്പോൾ ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ
ഒരു പുതിയൊരു തുടക്കമാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, അതായത് എന്തിലും നിങ്ങൾ റിസ്ക് എടുത്ത് എന്തൊക്കെ റിസ്ക് ഉണ്ടായാലും ഈ ഒരു വ്യക്തി ഒരുപാട് ജീവിതത്തിൽ പല തിരിച്ചടികളും നേരിട്ട് അതിൽ നിന്നൊക്കെ ലെസൺസ് പഠിച്ചിട്ടാണ് മുന്നോട്ടേക്ക് നീങ്ങുന്നത്. ഇവിടെ കാണാം വളരെ റിസ്കി ആയിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നു പോകുന്നത്. പക്ഷെ അതൊന്നും ആ ഒരു വ്യക്തി ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു അതായത് ലക്ഷ്യത്തിലേക്ക് റിസ്കുകളെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അതുപോലെ തന്നെയാണ് എന്ത് റിസ്ക് എടുത്തും നിങ്ങൾ ഇന്നെന്തും ചെയ്യാൻ തയ്യാറാണ്. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ബാഗേജസൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ച് അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഇത് പുതിയ കോഴ്സായിരിക്കാം, ഇന്നൊരു യാത്ര ഉണ്ടായിരിക്കാം, നല്ല അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവാം, എല്ലാത്തിലും ഒരു പുതുമ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. പിന്നെ വിവാഹം നോക്കുന്നവരാണെങ്കിൽ ഇന്നൊരു വിവാഹ നിശ്ചയത്തിൻ്റെ ഇതിലേക്കൊക്കെ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസി ഇവിടെ ഉണ്ട് കേട്ടോ, ഒരു പ്രഗ്നൻസി റിവീലിംഗ്, എവിടെയും ഒരു പ്രഗ്നൻസിയാണ്. പ്രഗ്നൻസി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആ ഒരു പ്രഗ്നൻസി കേൾക്കാനും റിവീലാവാനും ഒക്കെ ഉള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പിന്നെ പ്രണയത്തിലായാലും ഒരു തുടക്കമാണ്. നിങ്ങൾ പുതിയ ആളുകളെ കണ്ടുമുട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയ ആളുകളായിട്ട് നിങ്ങൾ സംസാരിക്കുന്നു, ഇടപഴകുന്നു. അതുപോലെ തന്നെ എല്ലാത്തിലും ഒരു പുതുമ, പുതിയൊരു കാഴ്ചപ്പാടാണ് നിങ്ങളിലേക്ക് വരുന്നത്. ആരോഗ്യത്തിൽ പുതിയ തുടക്കങ്ങൾ, മാറ്റങ്ങൾ, അതായത് നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നു. ഇപ്പോൾ എന്താണ്, ഇത്രയും നാൾ ഒന്നും ആരോഗ്യത്തിന് വേണ്ടി ചെയ്തില്ല, ഇനി എനിക്ക് ചെയ്യണം, ജിമ്മിലൊക്കെ പോകണം, ഇങ്ങനെ ഒന്നും ഇരുന്നാൽ പോരാ, ആ ഒരു രീതിയിൽ നിങ്ങൾ റിസ്ക് എടുത്തുകൊണ്ട് ജിമ്മിൽ പോയാൽ വേദന എടുക്കും എന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നു. ഞാൻ എന്ത് ഇതായാലും വേണ്ടില്ല, ഇന്ന് ഞാൻ തുടങ്ങും എന്നുള്ള മറ്റ് കാര്യങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം തുടങ്ങുന്നത്. ആരോഗ്യകാര്യത്തിലായാലും അങ്ങനെയല്ല, ജിമ്മിലോ യോഗയിലോ അല്ല സുംബയോ എയ്റോബിക്സോ, സുംബ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും, എയ്റോബിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ ഉള്ള കാര്യങ്ങളും നിങ്ങൾ ആരോഗ്യ കാര്യത്തിലും നിങ്ങളൊരു തുടക്കം എന്നാണ് കാണുന്നത്. എന്ത് അഡ്വഞ്ചറും ഏറ്റെടുക്കാൻ ഇന്ന് തയ്യാറാകുന്നു സന്തോഷത്തോടെ. പ്ലഷറാണ്, ഇത് ചൂളം വിളിച്ചുകൊണ്ടാണ് ഈ വ്യക്തി പോകുന്നത്. അതുകൊണ്ട് ആ ഒരു സന്തോഷത്തോടെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു. ഓക്കെ, അടുത്തത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇന്ന് കുറേ പേർക്ക് പണമൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇനിയുള്ളത് ഒക്കെ പണത്തിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങളിലേക്ക് ഇന്ന് പണം വരുന്നു. അതായത് നിങ്ങൾ ഒരാളിൽ നിന്നും, അതായത് മുമ്പ് നിങ്ങളിൽ നിന്ന് വാങ്ങിയതായിരിക്കാം, അത് നിങ്ങളിലേക്ക് ചിലവർ പണം വാങ്ങിയിട്ടുണ്ടാവും, അത് കുറേ കാലമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല, അത് നിങ്ങളിലേക്ക് വരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട്, അതായത് പണം മുൻപ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് കാലം കഴിഞ്ഞ് നിങ്ങളിലേക്ക് കിട്ടുന്ന ഒരു പണവുമായിരിക്കാം. എന്തായാലും പണം വരുന്നുണ്ട്. അത് ചിലപ്പോൾ ചിട്ടിയായിരിക്കാം. ഇപ്പോൾ കുറേ നാൾ നിങ്ങൾ ചിട്ടി വെച്ച് ആ ഒരു പണം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കാം, ചിട്ടി പോലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് കാലം ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ട് ഇന്ന് ലഭിക്കുന്നതായിരിക്കാം, അതിനുള്ള ഒരു റിസൾട്ട് ഇന്ന് കേൾക്കുന്നതായിരിക്കാം. പിന്നെ നിങ്ങൾ കുറേ കാലം പൈസ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടൊരു സാധനം വാങ്ങാൻ വേണ്ടി നോക്കുമല്ലോ, അതായത് കാറോ ഇപ്പോൾ ഓർണമെൻറ്റ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം, കുറേ കാലം നിങ്ങൾ ആ ഒരു പണം കൂട്ടി വെച്ചിട്ട് ഒരു കാര്യം വാങ്ങുന്നതും ആയിരിക്കാം. ശ്രദ്ധിക്കുക, പണത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിൽ നിന്ന് വിട്ടുപോയ പണത്തിനും നമ്മളിലേക്ക് വന്ന പണത്തിനും ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. ദ റെസ്പോൺസിബിലിറ്റി ഇവിടെ പറയുന്നുണ്ട്. അതായത് പണത്തിൻ്റെ നമ്മൾ നല്ല രീതിയിൽ ആലോചിച്ച് മാത്രം പണം ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുക. പണത്തിൻ്റേതാണ് ഏറ്റവും ഹൈ ആയിട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതുകൊണ്ട് പണം നിങ്ങളിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ വന്നു കഴിഞ്ഞാൽ അതിനെ കൃത്യമായി ആലോചിച്ച് മാത്രം ചെലവഴിക്കുക, വേണ്ടതിന് മാത്രം പണം ചെലവഴിക്കുക. ഓക്കെ, പണം തീർച്ചയായും ക്രയവിക്രയം ചെയ്യേണ്ടത് തന്നെയാണ്, ഫ്ലോ വേണം. എങ്കിലും എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഉത്തരവാദിത്തം എനിക്ക് തന്നെയാണ് എന്ന് ആലോചിക്കുക. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. എന്തായാലും പണം വരുന്നുണ്ട്. ഓക്കെ, അടുത്തത് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. വീണ്ടും പണത്തിൻ്റെയാണ്. അതായത് ഒരു ഫിനാൻഷ്യലി നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി, നിങ്ങളിലേക്കൊരു സെക്യൂരിറ്റി വരുന്നു എന്നാണ് പറയുന്നത്. ഇത് പാരമ്പര്യമായിട്ട് ചിലർക്കൊക്കെ എന്തുണ്ടാവും, പണം കിട്ടാനുണ്ടാവും, അല്ലെങ്കിൽ സ്വത്ത്, പണം ഇതൊക്കെ കിട്ടുന്നു. നിങ്ങളുടെ കൂടെയുള്ളവരെയും കൂടി സന്തോഷിപ്പിക്കുന്നു. അതായത് അവരുടെ, ഇപ്പം നമ്മൾക്കറിയാം, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരെയും കൂടി നമ്മൾക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുമ്പോഴാണ് നമ്മളും ഹാപ്പി ആവുന്നത്. ഓക്കെ, നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരെ ആയിരിക്കാം, കുട്ടികളെ ആയിരിക്കാം, പെറ്റ്സിനെ, ഇങ്ങനെയുള്ള എല്ലാവരെയും ഹാപ്പി ആയിട്ട്
കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പണം, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരുന്നു. പക്ഷേ ഈ ഒരു സ്റ്റെബിലിറ്റിയിൽ എത്താൻ വേണ്ടി ഈ ഒരു വ്യക്തി ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ 9 സ്റ്റേജും കടന്നിട്ടാണ് 10ാമത്തെ സ്റ്റേജിൽ ഈ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് എത്തുന്നത്. അതായത് നിങ്ങൾക്ക് പണം ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും, നിങ്ങൾക്ക് പണം ഉള്ള ഇടത്തുനിന്ന് നിങ്ങൾ അട്ടിമറി സംഭവിച്ചിട്ടുണ്ടാവും, പല ലെസൺസും പഠിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ കടന്നാണ് നിങ്ങൾ ഈ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ പണത്തെ വ്യക്തമായി മനസ്സിലാക്കി കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു സ്റ്റെബിലിറ്റിയിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെബിലിറ്റിയിൽ നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ, നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ തന്നെ, നിങ്ങളുടെ ചുറ്റിലും ഉള്ളവർ തന്നെ നിങ്ങളെ മുതലെടുക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം പുതിയ സംരംഭം തുടങ്ങാം, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ വരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളെ ചൂഷണം ചെയ്യാനും തിരിച്ചടികൾ നേരിടാനും സാധ്യതയുണ്ട്. അത് വളരെയധികം കെയർഫുൾ ആയിരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. പിന്നെ അതായത് നിങ്ങൾക്ക് ഈ ഒരു പണം എന്ന് പറയുന്നില്ലേ, ഇത് മാസം കിട്ടുന്നൊരു പണമല്ല. അതായത് ലോങ് ടേം ആയിട്ട് നിങ്ങളിലേക്ക് അത് സ്റ്റേബിളായിട്ട് പോകുന്ന ഒരു പണത്തിൻ്റെ ഇതാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, ഇപ്പോൾ സ്വത്ത് ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് വരുന്നു അങ്ങനെയൊക്കെ പറയുന്നില്ലേ, പാരമ്പര്യമായിട്ട് ട്രഡീഷണലി പോകുന്ന കാര്യം. അതായത് ലോങ് ടേം ആയിട്ടുള്ളൊരു സക്സസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. പിന്നെ എന്താണ്, അതായത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സോഴ്സുകളെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പണമുണ്ടെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേബിളാണ്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പണമുണ്ടെന്നുള്ള നിങ്ങളുടെ ഫിനാൻഷ്യൽ സോഴ്സുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പണത്തിൻ്റെ സോഴ്സ് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ പണത്തിൻ്റെ എന്ത് കാര്യങ്ങളായാലും മറ്റുള്ളവരോട് പറയുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അടുത്തത് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഓക്കെ, 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കൂട്ടായി ചേർന്ന് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഒരു അപ്രൻറ്റീസ്ഷിപ്പൊക്കെ നിങ്ങളിലേക്ക് വരുന്നു, ടീം വർക്ക് വരുന്നു. ചിലപ്പോൾ നിങ്ങൾക്കൊരു മെൻറ്ററെ ലഭിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബോസ് ലൈക്ക് ഫിഗറുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നതായിരിക്കാം, പ്ലാൻ ചെയ്യുന്നതായിരിക്കാം, പുതിയൊരു കാര്യം, ഒരു കൊളാബറേഷനൊക്കെ വരുന്നതായിരിക്കാം, പഠിക്കുന്നതായിരിക്കാം. പിന്നെ പുതിയ കാര്യത്തിൻ്റെ ഒരു ഇംപ്ലിമേഷൻ, അതായത് നിങ്ങൾ ചെയ്തൊരു കാര്യത്തിൻ്റെ പ്ലാനിങ് ആയിരിക്കും, ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ. അതായത് നിങ്ങൾക്ക് ഭാവിയിൽ പണം തരുന്നൊരു കാര്യമാണ് കേട്ടോ, നിങ്ങളിലേക്ക് പണം കൊണ്ടുതരുന്നൊരു കാര്യമാണ്. ആ ഒരു കാര്യത്തിലേക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു. പുതിയൊരു ബിസിനസ് അല്ലെങ്കിൽ എൻ്റർപ്രണർഷിപ്പ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു വ്യക്തിയുമായിട്ട് കൂടിയാലോചിച്ച് ടീമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കരുതുന്നത്. ഇത് എന്തോ ഒരു ഇത് ബിൽഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ, അതിനുള്ള പ്ലാനിങ് ഒക്കെ തയ്യാറാക്കുന്നു, പഠിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. ടീം വർക്കാണ് ഇവിടെ കാണുന്നത്, ടീമായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ മൂന്നാമതൊരു വ്യക്തിയുടെ ഉപദേശം തേടുന്നു, അല്ലെങ്കിൽ ടീമായിട്ട് കൂടിച്ചേർന്ന് ആലോചിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു എനർജിയാണ് ഇന്നിവിടെ കാണുന്നത്. പിന്നെ അടുത്തത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഓക്കെ, ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഇതും പണത്തിൻ്റെ ഒരു കാർഡാണ്. നിങ്ങളിലേക്ക് പണം വരുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അടിയിൽ സ്റ്റാർ കാർഡാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളിലേക്ക് പണം വരുന്നു എന്ന് തന്നെയാണ് ഈ ഒരു കാർഡും കാണിക്കുന്നത്. അതായത് നമ്മളെന്താ പറയുക, വിതച്ചതാണ് കൊയ്യുക എന്ന് പറയുന്നില്ലേ, അതുപോലെ നിങ്ങളൊരു വിത്തിട്ടു. അതായത് ഇന്ന് നിങ്ങൾക്കൊരു അവസരം വരുന്നത് ലോങ് ടേം ആയിട്ട് നിങ്ങളിലേക്ക് ഫിനാൻസ് കൊണ്ടുവരുന്ന ഒരവസരമാണ്. ഒരവസരം നിങ്ങളിലേക്ക് ഇന്ന് വരുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങളെ സ്റ്റേബിൾ ആക്കാനുള്ള ഒരവസരമാണ് ഇന്ന് നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, അതിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് റിസ്കുകൾ ഉണ്ടാകും. പെട്ടെന്ന് പണം കിട്ടും എന്നല്ല പറയുന്നത്. നിങ്ങളിലേക്ക് വരുന്ന അവസരം പണത്തിന് കൊണ്ടുതരും. അതിനുള്ള ഒരുപാട് ലെസൺസ് നിങ്ങൾ ലേൺ ചെയ്യാനുണ്ട്, ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുതരും എന്നാണ് പറയുന്നത്. അതായത് പുതിയൊരു കരിയർ ഓഫർ ആയിരിക്കാം, പുതിയൊരു എന്താ പറയുക, ഒരു കോഴ്സായാലും നമ്മളത് പഠിക്കുമ്പോൾ നമ്മൾക്കത് ഭാവിയിലേക്ക് പണം കൊണ്ടുതരുന്നതാണെങ്കിൽ അതും നമ്മൾക്ക് എന്താണ്, അബണ്ടൻസ് തന്നെയാണ് അല്ലേ. അപ്പോൾ പുതിയൊരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. എല്ലാത്തിലും നിങ്ങൾക്കൊരു പണത്തിൻ്റെ സ്റ്റെബിലിറ്റിയാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ പണത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, പണത്തിൻ്റെ ഫ്രീക്വൻസിയാണ് ഹൈ ഫ്രീക്വൻസി. നിങ്ങൾ കിട്ടില്ല എന്ന് വിചാരിക്കരുത്. കിട്ടും. നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തിയാണ് വേണ്ടത്. നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുന്നോ
നിങ്ങൾക്ക് നിങ്ങളിലേക്ക് പണം വരും എന്നാണ് പറയുന്നത്. പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ യൂണിവേഴ്സിന് ഇഷ്ടമല്ല. എല്ലാം ഹാപ്പി ആയിട്ട് ഡീൽ ചെയ്യുകയും പണത്തിനെ ഫ്ലോ ചെയ്യാൻ വിടുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ് വീണ്ടും വീണ്ടും പണം വന്നുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ അതിൽ നിങ്ങൾ എന്തായിരിക്കണം? വ്യക്തതയോടെ ചെയ്യണം. പണത്തിൻ്റെ ക്രയവിക്രയം ചെയ്യുമ്പോൾ നിങ്ങൾ പ്ലാനിങ്ങോടുകൂടി വ്യക്തിയോടെ ആർക്കാണ് കൊടുക്കുന്നത്, ആർക്കാണ് കൊടുക്കേണ്ടത്, അർഹതപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുക, അർഹതയുള്ളത് സ്വീകരിക്കുക. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് ഇതിൻ്റെ താഴെ സ്റ്റാർ കാർഡാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സ്റ്റാർ കാർഡും വളരെ നല്ലൊരു കാർഡാണ്. നിങ്ങളിലേക്ക് പ്രതീക്ഷ, അതുപോലെ തന്നെ ഒരു റിന്യൂവൽ, സ്പിരിച്വലി നിങ്ങൾക്ക് വളരെയധികം നല്ല കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഇതാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഫിനാൻസ് വരുന്നുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാത്തിലും നല്ലൊരു എനർജിയാണ് കാണുന്നത്. അടുത്തതായിട്ട് ഏഞ്ചൽസ് എന്താണ് നിങ്ങളോട് പറയുന്നത് നോക്കാം. ഓക്കെ, ഏഞ്ചൽസ് വ്യൂവേഴ്സിനായിട്ടുള്ള എന്ത് ഗൈഡൻസാണ് ഇപ്പോൾ കൊടുക്കാനുള്ളത്? ഇപ്പോൾ എന്താണ് എൻ്റെ വ്യൂവേഴ്സ് അറിയേണ്ടതായിട്ടുള്ളത്? ഏഞ്ചൽസ് ഗൈഡൻസ് നമുക്ക് നോക്കാം. കോംപ്രമൈസ്. നിങ്ങളോട് കോംപ്രമൈസ് പറയാനുണ്ട്, കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാനുണ്ടെങ്കിൽ കോംപ്രമൈസ് ചെയ്യാം. ഓക്കെ, ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഷാർപ്പായുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അത് കോംപ്രമൈസ് ചെയ്യേണ്ടതാണെങ്കിൽ കോംപ്രമൈസ് ചെയ്യണം. ഓക്കെ എന്ന് പറയുന്നുണ്ട്. യെസ് എന്നാണ്, അതായത് ഇവിടെ ഇപ്പം പണത്തിൻ്റെ കാർഡൊക്കെയാണ്. അപ്പോൾ യെസ് വരുന്നുണ്ട് എന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പുതിയതായിട്ടുള്ള ഒരു വ്യക്തി വരുന്നുണ്ടെങ്കിൽ അതിനും യെസ് എന്നായിരിക്കാം. നിങ്ങൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ച് ഒരു ക്വസ്റ്റ്യൻ വിചാരിച്ചിരുന്നത്, അതിന് എന്താണോ മനസ്സിൽ വിചാരിച്ചത് അതിന് ഒരു യെസ് ആണ് ഏഞ്ചൽസ് പറയുന്നത്. ട്രസ്റ്റ്. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ചാൽ മാത്രമേ യൂണിവേഴ്സും നിങ്ങളെ വിശ്വസിക്കുള്ളൂ. ആദ്യം വേണ്ടത് ട്രസ്റ്റാണ്. അപ്പോൾ എന്ത് കാര്യത്തിലും എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട്, യൂണിവേഴ്സൽ പ്രോസസ്സിനെ ആയാലും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെയും ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. പുതിയ തുടക്കമായാലും അതിനെ ട്രസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ റിസ്ക് ഉണ്ടെങ്കിലും നിങ്ങൾ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്നും പറയുന്നുണ്ട്. കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾ സീക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഏഞ്ചൽ ഗൈഡൻസും ടാരോ ഗൈഡൻസും. അപ്പോൾ എന്താണ്, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും നന്ദി. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.